Oh, so bright. Baila conmigo toda la night. El ritmo suena. Can you feel? Move your body. It's so real. Vuélvete loco. Don't. ഇന്നൊരു സാറ്റർഡേ ആണ്. നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സീനാണ് ഈ കാണുന്നത്. കുളമൊക്കെ നന്നായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. നമ്മളൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. മീൻസ് എൻജോയിങ് വെള്ളപ്പൊക്കം. സുഖം ഉണ്ടാക്കി വാ ഗൈസ്. അപ്പം നമ്മളിതാ ഇറങ്ങിയത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ബസ്സിൽ കയറിയപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകുന്നത് എടപ്പള്ളിക്കാണ്. അപ്പോൾ നേരെ നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് നമുക്ക് മെട്രോ പിടിച്ചിട്ട് നമുക്ക് കളമശ്ശേരിക്ക് പോകണം. ബസ് റൈഡ്. സുഖമി എങ്ങനെ ഉണ്ടായിരുന്നു? ബസ് യാത്ര എങ്ങനെ ഉണ്ട്? എന്ത് സൂപ്പർ. പറഞ്ഞിട്ട് മുഖം തെളിയണില്ലല്ലോ. ഞാൻ എടപ്പള്ളി അമ്മ ഓഫീസിൽ പോണ ഇതുവഴിയാണ്. എല്ലാ ദിവസവും രാവിലെ അമ്മ ഓടണ ഇതിൽ കൂടി. അറിയാ? എങ്ങനെ അറിയാ? കൊമ്പനല്ല പേരില്ല. എയർപോർട്ട് ബസ് അല്ല, ലുലുമാളിലെ ബസ്സാണ്. ലുലുമാളിലെ എംപ്ലോയീസ് പോണ ബസ്സാണ്. കേറ്റോക്കെ യെസ് ബാ. We are going to platform. Sukumi is in എവിടെയാണ്? എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ അല്ലേ? അമ്മ ഡെയിലി ഓർഡർ ഇവിടെയാണ് മോനെ. രാവിലെ യുദ്ധം. സുഖമേ എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ട് മെട്രോയില്? പോണാ ആകെ 3 പ്രാവശ്യം 4 പ്രാവശ്യം എന്നല്ലേ കയറിയിട്ടുള്ളത്. സുഖമി അങ്ങനെ നോക്കാൻ പാടില്ല. യെല്ലോ ലൈൻ How's your metro trip? Metro trip എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ നമ്മൾ കളമശ്ശേരി ഊബർ ഓട്ടോ ബുക്ക് ചെയ്തു ഗൈസ്. ഊബർ ഓട്ടോ തന്നെ വെച്ചു. ബിഗിനേഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണല്ലേ ഉള്ളൂ തുടങ്ങണത്. അല്ലെങ്കിൽ ഈ ബ്ലൂ വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ സ്കേറ്റിംഗ് ഷൂ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ നോർമൽ ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴുന്ന ഷൂസോ കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് അവർ മെഷർമെൻ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾക്ക് അതിനുള്ളൊരു ഷൂസ് സെലക്ട് ചെയ്യുന്നത്. സുഖമിക്ക് ഒരാളെ കിട്ടി കഴിച്ചായിരുന്നു. ഞാൻ അവനോട് ചോദിക്കാം. അവന് ഹെൽമെറ്റ് പോലും ഏടാ അവൻ പോണ നോക്കണ അമ്പോ പൊളി. എടാ മഞ്ഞടക്കട അവൻ കളിക്കാക്കുന്നേടെ ദേവം ഉണ്ടാവും. അത് നീ അങ്ങനെയാവും. അവനെ പോലെ പഠിച്ചു അങ്ങനെയാവും. എവിടെ കാണിച്ചു? ഹെൽമെറ്റ് എടുത്താ?
ഇറ്റ്സ് ഓക്കെ. സുഖമി സ്കേറ്റിംഗ് ഷൂ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ സൈക്കിൾ കണ്ടായിരുന്നു അപ്പുറത്തെ സെക്ഷനിൽ. പിന്നെ ആൾക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ഒരു ബാഗ് എടുത്തായിരുന്നു. ഞാൻ ഓരോ സെക്ഷനിലേക്ക് പോകുമ്പോൾ സുഖമി എൻ്റെ പുറകെ ആ സൈക്കിളിന് അങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആൾ ഇതിൽ നിന്നൊരു യെല്ലോ ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടേ ആളവിടെ ചെന്നപ്പോൾ തന്നെ കണ്ട സൈക്കിളാണ് കേട്ടോ അത്. അപ്പോൾ അത് എടുത്തപ്പം മുതലേ ഇപ്പോഴും കയ്യിലുണ്ട്. അത് വേറെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ഇതാ കൂടെ കൊണ്ട് വെച്ചേക്കണം കേട്ടോ. Under the boughs where the shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, etching patterns leaving. നമ്മളുടെ പർച്ചേസൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ബില്ലിങ് സെക്ഷനിലേക്കാണ് പോണത്. അപ്പോൾ അതാ ഇത്ര ഐറ്റംസ് ഉണ്ട് നമ്മൾ ബില്ല് ചെയ്യാനായിട്ട്. സുഖമി ഇപ്പോൾ സൈക്കിളിൽ നിന്ന് വിടണില്ല കേട്ടോ, കാരണം അത്രയും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞ സൈക്കിളിന്. ഞാൻ പറഞ്ഞു ഇനി വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛക്കൊരു പ്രോമിസ് ഉണ്ട്, സുഖമിക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ. അപ്പോൾ ആ ഒരു ഇതിലങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് അവിടെ വെച്ചത്. കിരണുണ്ട്. ഇത് നമ്മളെത്തിയത് ഓപ്പോസിറ്റ് തന്നെയുള്ള വർക്ക്ഷോപ്പിലേക്കായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ സുഖമിയുടെ സ്കേറ്റിംഗ് ഷൂവിലെ പേര് പ്രിൻ്റ് ചെയ്യണമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഡെക്കാത്തലോണ് തന്നെ വാങ്ങിയേക്കണം. അപ്പോൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേര് അവിടെ പ്രിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വർക്ക്ഷോപ്പിൽ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. സുഖമി കണ്ടപ്പോഴേക്കും വീണ്ടും പോയി സൈക്കിൾ കട്ടൗട്ടായിട്ട് എടുത്ത് ഐറ്റം എടുത്തിട്ട് ആ ഡ്രസ്സിലെടുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഒട്ടിച്ചു കൊടുത്തേ. വണ്ണായി വാ. യെല്ലോ ലൈൻ, സ്റ്റാൻഡ് ബിഹൈൻഡ് ദി യെല്ലോ ലൈൻ. സൺഡേ ആയതുകൊണ്ട് നല്ല റഷായിരുന്നു സ്റ്റേഷനൊക്കെ. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ടീം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആരാണെന്ന് കാണാം. തുറക്ക്. ഹായ് കുഞ്ഞാപ്പു. യൂട്യൂബ് ചാനലിൽ മുഖം കാണിക്കണമെങ്കിൽ കുഞ്ഞാപ്പു ഒരു ഹായ് പറയും. എങ്ങനെയുണ്ട് സ്കൂള്? ഇപ്പോൾ എൻ്റെ ഫാമിലി നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നവർക്ക് വന്നിട്ട് പരിചയമില്ല. അപ്പോൾ അതിന് വഴിയൊക്കെ പറയണം. പിന്നെ ആകെ മൊത്തം ബഹളം കലവിലയാണ്, ഒന്നും സംസാരമൊന്നുമില്ല. എന്ത് വെൽക്കം വെൽക്കം. വാ. എന്ത് കുഞ്ഞെ ചെരുപ്പ് കൂടെ കൊണ്ട് വെച്ചത് കണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആണ് ആൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ രണ്ടുപേരുടെ സ്കേറ്റിംഗ് ഷൂസൊക്കെ എടുത്തിട്ട് ട്രയലൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. ഒരു ബോൾ സെയിം സാധനം. യെസ്. ഹെൽമെറ്റ് വെച്ചോ, ഹെൽമെറ്റ് വെച്ചോ. ഇങ്ങനെ നല്ലടാ. എടാ അങ്ങനെയല്ല, ഫ്രണ്ടിൽ കൂടി ബെൽറ്റ് ഇട്ട് വെക്കടാ വട്ടാ. പക്ഷെ ഇവന്മാരെ ഓടിച്ച് പഠിക്കണമെങ്കിൽ നല്ലത്.
പോണേന്ന്. പിന്നെ കട വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവരും ഇറങ്ങി. അപ്പോൾ നമ്മളൊരുമിച്ച് കടയിലേക്ക് പോണേ. ഫ്ലഡായോ? ഞങ്ങളെ കടയിൽ നിന്നാണ് കടയിലേക്ക് കിട്ടി. കോഴിക്കാർപ്പ തിരിച്ചു പോണം. എവിടെ വേണമെങ്കിൽ ഇറങ്ങാം. പക്ഷെ കുഞ്ഞാപ്പു ഇവിടെ ബൈ. ആൾട്ടോ വണ്ടി ഉണ്ട്. ബൈ ബൈ. തരാണെങ്കിൽ നിങ്ങൾ അടുത്ത അപ്ഡേറ്റിലുണ്ടാവും. ബൈ ബൈ കുഞ്ഞാപ്പു. ടാറ്റ കൊടുക്ക സുഖി. ടാറ്റ.